ഈവനിങ് ചായക്ക് എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ചിക്കൻ റോൾ ഉണ്ടാക്കിയാലോ എന്നൊരു ഐഡിയ വന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മളൊരു ചട്ടി എടുത്തു, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു, അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ശേഷം നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ചെറിയ പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു പിടി ഇഞ്ചി, പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മളതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ചിക്കൻ മസാലയും കൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം നമ്മളതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്തിട്ട് ക്രഷ് ചെയ്ത് വെച്ച ചിക്കനാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു. ശേഷം നമ്മൾ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുത്തു, അതിലേക്ക് ഒരു 4 കപ്പ് മൈദ എടുത്തു. ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ആ ബാറ്റർ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളതൊന്ന് ആക്കിയെടുക്കാനായിട്ട് കേട്ടോ. ശേഷം നമ്മളൊരു പാൻ വെച്ചു, അതിലേക്ക് ആ മാവ് ഇങ്ങനെ തൂക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ആ ദോശ ആയതിന് ശേഷം നമ്മൾ ആ ദോശയിൽ ഫില്ലിങ് ഇങ്ങനെ ഇതുപോലെ ദോശ എടുത്തിട്ട് ഇതുപോലെ ഫില്ലിങ് നിറച്ചിട്ട്, ഫില്ലിങ് ഇങ്ങനെ സെൻറ്ററിലല്ല ഒരു സൈഡിലായിട്ട് വരുന്നത് പോലെ നമ്മൾ ഫില്ലിങ് നിറച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ 2 സൈഡും ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആ മൈദേൻ്റെ മാവ് ബാക്കിയുണ്ടായിരുന്നു, ആ മാവും പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ മൈദയുടെ മാവിലേക്ക് അത് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടി ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അധികം ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് ആവശ്യമുള്ള ഓയിൽ മാത്രം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ 2 സൈഡും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ഓയിലൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അധികം എണ്ണ ഒന്നും കുടിക്കാത്ത ചിക്കൻ റോളാണ്. അപ്പം നമ്മൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും.